ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് ഇന്ത്യ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി കുവൈത്തിലേക്ക് പുറപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന GST കൌൺസിലിന്റെ 55ാമത് യോഗം രാജസ്ഥാനിൽ ആരംഭിച്ചു. മലേറിയ കേസുകളും മരണനിരക്കും ലഘൂകരിക്കുന്നതിൽ ഇന്ത്യ മികച്ച പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടന. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അണ്ടർ 19 വനിതാ T20 ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലേക്ക് പുറപ്പെട്ടു. കുവൈത്ത് അമീറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 43 വർഷത്തിനുശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് ഇന്ത്യ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജം, വ്യാപാരം എന്നിവയിൽ മാത്രമല്ല, സമാധാനം, സുരക്ഷ, പശ്ചിമേഷ്യയുടെ അഭിവൃദ്ധി എന്നിവയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേ താൽപര്യമാണ് ഉള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശന വേളയിൽ കുവൈത്ത് നേതൃത്വവുമായി ശ്രീ മോദി ചർച്ച നടത്തും. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രി ലേബർ ക്യാമ്പുകളും സന്ദർശിക്കും. 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. നാളെ പ്രധാനമന്ത്രിക്ക് ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന GST കൌൺസിലിന്റെ 55ാമത് യോഗം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ത്രിപുരയിലെ അഗർത്തലയിൽ നടക്കുന്ന നോർത്ത് ഈസ്റ്റ് കൌൺസിലിന്റെ 72ാമത് പ്ലീനറി യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ ജ്യോതിരാദിത്യ സിന്ധ്യ, സുഗാത മൊജുംദാർ എല്ലാ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരും മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെയാണ് യോഗം ആരംഭിച്ചത്. വടക്കുകിഴക്കൻ മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് NEC യോഗം പുതിയ അടിത്തറ പാകുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം നാളെ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ നഗരകാര്യ പദ്ധതികളുടെ അവലോകനവും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് കൊച്ചി സന്ദർശിക്കുന്ന അദ്ദേഹം വാട്ടർ മെട്രോ പ്രവർത്തനങ്ങളും വിലയിരുത്തും. മലേറിയ കേസുകളും അനുബന്ധ മരണനിരക്കും ലഘൂകരിക്കുന്നതിൽ ഇന്ത്യ മികച്ച പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടന. WHOയുടെ ഈ വർഷത്തെ വേൾഡ് മലേറിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ മലേറിയ ഫലപ്രദമായി കുറയ്ക്കുന്നതിൽ ഇന്ത്യയിലെ സാമൂഹിക ആരോഗ്യ പ്രവർത്തകരുടെ സംഭാവനകളും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു. രാജ്യത്തെ മലേറിയ കേസുകളുടെ എണ്ണം 2017ലെ 6.4 ദശലക്ഷത്തിൽ നിന്ന് 2023ൽ 2 ദശലക്ഷമായി കുറഞ്ഞു. മലേറിയ മരണനിരക്കിൽ കുറവുണ്ടായതായും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ബംഗ്ലാദേശുമായി പരസ്പര വിശ്വാസത്തിലൂന്നിയ ക്രിയാത്മകമായ ബന്ധം കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം. സമാധാനവും സുസ്ഥിരവുമായ ബംഗ്ലാദേശിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. We have very clearly defined our approach towards our ties with Bangladesh. We support a democratic, stable, peaceful, progressive and inclusive Bangladesh. We have reiterated our willingness to build a positive and constructive relationship based on mutual trust, respect and mutual sensitivity to each other's concerns and interests. 2005-ൽ അംഗീകരിച്ച രാഷ്ട്രീയ മാനദണ്ഡങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായി അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചട്ടക്കൂട് തയ്യാറാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇന്ത്യയും ചൈനയും ഉറപ്പിച്ചതായും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും മന്ത്രിമാരായ AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും ആശുപത്രി സന്ദർശിച്ച് MTയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MTയുടെ മകൾ അശ്വതിയുമായി ഫോണിൽ സംസാരിച്ചു. സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈ മാസം 30 വരെ നീളുന്ന വിപണനമേളയിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളും 10 മുതൽ 40% വിലക്കുറവിൽ ലഭിക്കും. തിരുവനന്തപുരം ചെങ്കൽ UP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരിക്ക് സ്കൂളിൽ വെച്ച് പാമ്പ് കടിയേറ്റ സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. നെയ്യാറ്റിങ്കര ചെങ്കൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നതിനിടെ 7ാം ക്ലാസ്സുകാരി നേഖയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് പാമ്പ് കടിയേറ്റത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025 കാലയളവിൽ കൊപ്രയുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് കേന്ദ്ര സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം. മിൽ കൊപ്രയുടെ ശരാശരി ഗുണനിലവാരത്തിനുള്ള ന്യായമായ താങ്ങുവില ക്വിന്റലിന് 11,582 ആയും ഉണ്ടക്കൊപ്ര ക്വിന്റലിന് 12,100 ആയും നിശ്ചയിച്ചിട്ടുണ്ട്. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം കൊപ്ര ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. प्राइस पॉलिसी फॉर कोपरा 2025 ईयर के लिए इन सब फैक्टर्स को, कॉस्टिंग कितना है, मार्केट में डिमांड सप्लाई कैसा है, ग्लोबल प्राइसेस, डोमेस्टिक प्राइसेस, सब चीजों का ध्यान रखने के बाद में CACP ने अपना रिकमेंडेशन किया कोपरा के लिए MSP का. कोपरा कर्नाटक में हाईएस्ट शेयर ऑफ प्रोडक्शन है 32%, तमिलनाडु में 25% और केरल में 25%, AP में 7.7%. मिलिंग कोपरा जो ऑयल के लिए उपयोग में आता है वो 11,582 रुपीज पर क्विंटल और बॉल कोपरा 12,100 per quintal. കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റ് ഹൌസിൽ നടന്ന പ്രതിഷേധത്തിനിടെ 2 BJP എംപിമാരെ ആക്രമിച്ചെന്ന ആരോപണം സംബന്ധിച്ച കേസ് തുടരന്വേഷണത്തിനായി ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. BJP എംപിമാരായ അനുരാഗ് സിംഗ് ഠാക്കൂർ, ബൻസുരി സ്വരാജ്, ഹേമാങ് ജോഷി എന്നിവർ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത്. മലേഷ്യയിലെ കോലാലംപൂരിൽ നാളെ നടക്കുന്ന അണ്ടർ-19 വനിതാ T20 ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന സൂപ്പർ 4 മത്സരത്തിൽ ശ്രീലങ്കയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ ഇടം നേടിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് 3 മത്സരങ്ങൾ. രാവിലെ നടന്ന മത്സരത്തിൽ ജമ്മുകശ്മീർ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തെലങ്കാനയെ പരാജയപ്പെടുത്തി. ഉച്ചയ്ക്ക് 2:30 രാജസ്ഥാൻ സർവീസസിനെയും രാത്രി 7:30 ബംഗാൾ മണിപ്പൂരിനെയും നേരിടും. തുടർച്ചയായ 4ാം ജയം തേടി കേരളം നാളെ ഡൽഹിയെ നേരിടും. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി K9 വജ്ര T ആർട്ടിലറി തോക്കുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം 7,600 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും കരാർ ഒപ്പിട്ടത്. ജയ്പൂരിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. പരിക്കേറ്റ 27 പേർ ചികിത്സയിലാണ്. 6 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ സംയുക്ത അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചതായി ജയ്പൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്നലെ രാവിലെ ജയ്പൂർ അജ്മീർ ഹൈവേയിലുണ്ടായ അപകടത്തിൽ 40-ലേറെ വാഹനങ്ങൾ കത്തിനശിച്ചിരുന്നു. സമീപത്തെ പൈപ്പ് ഫാക്ടറിക്കും നാശനഷ്ടമുണ്ടായി. ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും അടുത്ത 5 ദിവസം അതിശൈത്യം അനുഭവപ്പെട്ടേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെയും അതിശൈത്യം അനുഭവപ്പെടും. ഹിമാചൽ പ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ വരെ രാത്രിയിലും പുലർച്ചെയും കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് ലോക ധ്യാന ദിനം. ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ക്ഷേമവും ലക്ഷ്യമിട്ടാണ് ഇന്ന് ആദ്യ ലോക ധ്യാന ദിനം ആചരിക്കുന്നത്. ഡിസംബർ 21 ലോക ധ്യാന ദിനമായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം അടുത്തിടെയാണ് UN പൊതുസഭ ഏകകണ്ഠമായി അംഗീകരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് തത്സമയ ആഗോള ധ്യാനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ BRS നേതാവും മുൻ മന്ത്രിയുമായ കെ താരക രാമറാവുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ നടന്ന ഫോർമുല ഇ കാർ റേസിനിടെ പണമിടപാട് ക്രമക്കേട് നടത്തിയെന്ന കേസിലാണ് ഇഡിയുടെ നടപടി. ഗുജറാത്തിലെ ധോർദോയിൽ സംഘടിപ്പിക്കുന്ന റൺ ഉത്സവ് കച്ചിന്റെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരകൌശല വിപണി, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയാൽ സമ്പന്നമായ റൺ ഉത്സവ് എല്ലാവരും കുടുംബസമേതം ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. അമേരിക്കയിൽ സ്പെൻഡിംഗ് ബിൽ പാസാക്കി US ജനപ്രതിനിധി സഭ. പഴയ സർക്കാരിന്റെ സമയപരിധി അവസാനിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ബില്ല് പാസാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് ഇന്ത്യ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി കുവൈത്തിലേക്ക് പുറപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന GST കൌൺസിലിന്റെ 55ാമത് യോഗം രാജസ്ഥാനിൽ ആരംഭിച്ചു. മലേറിയ കേസുകളും മരണനിരക്കും ലഘൂകരിക്കുന്നതിൽ ഇന്ത്യ മികച്ച പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടന. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അണ്ടർ-19 വനിതാ T20 ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.